ഇനി ഡാനി പോൾ കൊച്ചിയിൽ നിന്ന്. ഡാനി, കൊച്ചി കോർപ്പറേഷൻ വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഇത്തവണ രണ്ട് മുന്നണികളുമുള്ളത്. മണ്ഡലത്തിൻ്റെ സ്വഭാവമൊക്കെ പരിഗണിച്ച് അല്ലെങ്കിൽ ആ ജില്ലയുടെ പൊതു സ്വഭാവമൊക്കെ മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായെങ്കിൽ അതൊക്കെ തിരിച്ചു പിടിക്കാം എന്ന പ്രതീക്ഷയിൽ ഇത്തവണ വീണ്ടും UDF ഇറങ്ങുന്നുണ്ട്. LDF ആകട്ടെ അങ്ങനെ ഒരു ആശങ്കയെ ഇല്ലാത്ത മട്ടിലാണ്. എന്തൊക്കെയാണ് നിലവിൽ കൊച്ചിയിലെ സ്ഥിതികൾ? കൊച്ചി കോർപ്പറേഷനും തൃക്കാക്കരയും ഒക്കെ അഭിമാനമായി കണ്ടുകൊണ്ട് തന്നെ തൃക്കാക്കര ഏറ്റവും കൂടുതൽ തർക്കങ്ങളും ഏറ്റവും കൂടുതൽ വാർത്തകളും വന്നിരുന്ന ഒരു സ്ഥലമാണ്. എന്താണ് കൊച്ചിയിലെ നിലവിലെ സ്ഥിതി? ശ്രീജ, നിലവിൽ എറണാകുളം ജില്ല പൊതുവെ പറയുന്നത് UDFന്റെ ഒരു കെട്ടുറപ്പുള്ളൊരു മേഖല എന്നതെല്ലാം തന്നെയാണ്. എങ്കിലും ചിലപ്പോഴെങ്കിലും ചില മേഖലകളിലെങ്കിലും ഇടതു മുന്നണിക്ക് ചില കടന്നുകയറ്റങ്ങളും ചില മേഖലകളിലും ആധിപത്യം മുന്നിക്കൊണ്ട് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും അതിനൊരു പൊതു സ്വഭാവമുള്ളത് അതൊരു UDF കേന്ദ്രീകൃതം എന്ന രീതിയിലെല്ലാം തന്നെ പോകുമ്പോഴാണ്. നിയമസഭാ മണ്ഡലങ്ങളുടെ കാര്യമെടുത്താൽ എല്ലാം തന്നെ നമുക്കത് സുപരിചിതമാണ് താനും. ഇതിൽ കഴിഞ്ഞ തവണത്തെ ഒരു കണക്കുകളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 88ഓളം ഈ ബ്ലോക്ക് പഞ്ചായത്തുകളെല്ലാം തന്നെ കണക്കിലെടുക്കും. അതിൽ 48ഓളം തന്നെയും വരുന്നത് UDFന്റെ പക്കലാണ്. അത് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിൻ്റെ താഴേക്ക് പിന്നീട് വരുമ്പോഴേക്കും നഗരസഭകളിലും ഭൂരിപക്ഷമുള്ളത് 8 5 UDFിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ജില്ലാ പഞ്ചായത്തിൽ UDFന് വലിയ രീതിയിലുള്ളൊരു മേധാവിത്വം നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് UDFന്റെ പക്കലാണ്. വളരെ ഭദ്രമായ ഒരു മുന്നോട്ട് കൊണ്ടുപോകുന്നു. കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അതിൽ ഒരു ട്വിസ്റ്റുള്ളത് ഇതിൽ കുറച്ചെങ്കിലും ഇടതു മുന്നണിക്ക് പലപ്പോഴും അതിൽ നിന്ന് ആധിപത്യം തുടരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പലപ്പോഴും UDFന് തിരിച്ചു വരാനും എല്ലാം തന്നെ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ കണക്കെടുക്കുമ്പോൾ കഴിഞ്ഞ തവണ UDF വിമതരെ ഒപ്പം നിർത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസ് വിമതർ എന്ന് തന്നെ പറയാം, അവരെ ഒപ്പം നിർത്തിക്കൊണ്ട് ഇവിടെ ഇടതു മുന്നണി ഭരണം കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മറ്റ് നഗരസഭകളിലേക്കെല്ലാം തന്നെ വരുമ്പോൾ അതിൽ ചില പ്രശ്നങ്ങൾ പലയിടത്തും തന്നെ ഉണ്ടായിരുന്നു. അത് തൃക്കാക്കരയിലും അതോടൊപ്പം തന്നെ കളമശ്ശേരിയിലേക്കെല്ലാം വരുമ്പോൾ അവിടെ ഒരു ബലാബലം നിൽക്കുന്നൊരവസ്ഥയിലേക്കാണ് പലപ്പോഴും കാര്യങ്ങൾ വന്നത്. ഇവിടെ UDF വിമതരെ ഇടതുമുന്നണിക്കൊപ്പം നിർത്താൻ കൊച്ചിൻ കോർപ്പറേഷനിൽ കഴിഞ്ഞെങ്കിൽ തൃക്കാക്കരയിലേക്ക് വരുമ്പോൾ നേരെ തിരിച്ചാണ്. അവിടെ ഇടത് വിമതരെ അവർക്കൊപ്പം UDFനൊപ്പം നിർത്താനായിട്ട് സാധിച്ചു എന്നൊരു നേട്ടമായിട്ട് തന്നെയാണ് ഇവിടെയും കണക്കാക്കുന്നത്. അപ്പോൾ കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചില സമയങ്ങളിലെല്ലാം തന്നെ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പൊതു തന്തു എന്ന് പറയുന്നത് പലപ്പോഴും UDFനൊപ്പം ജില്ലാ ഭരണം മുന്നോട്ട് പോകുന്ന രീതിയിലെല്ലാം തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. ഇത്തവണ കുറച്ചുകൂടി കരുതലോടെ മുന്നോട്ട് നീങ്ങാനാണ് ഇടതു മുന്നണി തീരുമാനിച്ചിരിക്കുന്നത്. കാരണം കൊച്ചിൻ കോർപ്പറേഷൻ ഭരണം എന്ന് പറയുന്നത് അതൊരു പ്രസ്റ്റീജാണ്. അത് ഇടതു മുന്നണിക്കാണെങ്കിലും അത് UDFനാണെങ്കിലും എല്ലാം തന്നെ അതൊരു പ്രസ്റ്റീജ് കാര്യമായിട്ട് തന്നെ കൊണ്ടുപോകണം. കൊച്ചിൻ കോർപ്പറേഷൻ ഭരണം അത് ആരുടെ പക്കൽ നിന്നാണ്? കഴിഞ്ഞ തവണ സംഭവിച്ച അബദ്ധം ഇത്തവണ സംഭവിക്കില്ല എന്നൊരു ഉറപ്പിലാണ് UDF പോകുന്നത്. എന്തുകൊണ്ട് കഴിഞ്ഞ തവണ UDFന് ഭരണത്തിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ടായിട്ടും അവരുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടത് അവർക്ക് എടുത്തു കാണിക്കാൻ ഒരു മേയർ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. അല്ല എങ്കിൽ മേയർ സ്ഥാനാർത്ഥിയെ ചൊല്ലി അതിരൂക്ഷമായൊരു തർക്കമാണ് കോൺഗ്രസിനകത്ത് നടന്നത്. അങ്ങനെ ഒരു ഭൂരിപക്ഷത്തിലേക്ക് അവർക്ക് ഒപ്പം നിർത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവിടെ ഉണ്ടാകുക മേയർ സ്ഥാനാർത്ഥിയെ ചൊല്ലി അതിരൂക്ഷമായൊരു തർക്കവും വലിയ രീതിയിലുള്ള വാദങ്ങളുമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ആ ശ്രമം അവർ ഉപേക്ഷിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസിനകത്തെ ഒരടക്കം പറഞ്ഞത്. അതുകൊണ്ട് ഇത്തവണ നേരത്തെ ഒരുങ്ങുക എന്നൊരു രീതിയാണ് കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇത്തവണ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് UDF കടന്നിട്ടില്ല. പ്രത്യേകിച്ച് ഒരു മേയർ സ്ഥാനാർത്ഥി ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതെല്ലാം തന്നെ അവർ ആ രീതിയിലേക്കുള്ള ശ്രമങ്ങൾ പല രീതിയിലും സ്വന്തമായി ചിലർ നടത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പൊതുപ്രഖ്യാപനത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇടതു മുന്നണി കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ. കാരണം ഏതാണ്ട് സീറ്റ് വിഭജനം സംബന്ധിച്ച് ഏതാണ്ടൊരു ധാരണയായിട്ടുണ്ട്. ഇതിൽ നമുക്കറിയാവുന്നതനുസരിച്ച് ജില്ലാ പഞ്ചായത്തിൽ CPI ഒരു 7 സീറ്റുകളിൽ മത്സരിക്കും. അതായത് CPI CPM തർക്കം ചില മേഖലകളിലുണ്ട്. പക്ഷേ ജില്ലാ പഞ്ചായത്തിൽ 7 സീറ്റിലേക്ക് മത്സരിക്കാൻ ധാരണയാവുന്നു. കൊച്ചിൻ കോർപ്പറേഷനിൽ 8 സീറ്റിലേക്ക് മത്സരിക്കാൻ ധാരണയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് കോൺഗ്രസ് എമ്മിന് അവിടെ ഒരു ജില്ലാ പഞ്ചായത്തിലൊരു അക്കോമഡേഷൻ 1 സീറ്റ് നൽകുന്നുണ്ട്. NCPക്ക് 1 സീറ്റ് നൽകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. തിരിച്ച് കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അവിടെ കഴിഞ്ഞ തവണ 4 സീറ്റുകൾ കേരള കോൺഗ്രസ് എം മത്സരിക്കുമ്പോൾ ഇത്തവണ അത് 3 സീറ്റുകളിലേക്ക് മാറിയിട്ടുണ്ട്, ഒതുങ്ങിയിട്ടുണ്ട് എന്നതാണ്. ജനതാദൾ എസിന് 1 സീറ്റ് നൽകാനായിട്ട് ധാരണയായിട്ട്. ഞാൻ അനുമോദിലേക്ക് കൂടി പോയിട്ട് തിരിച്ചു വരാം. അനുമോദ്, മലപ്പുറത്തെ സാഹചര്യം, മലപ്പുറത്ത് അസാധാരണമായ സാഹചര്യങ്ങൾക്കൊക്കെ നമ്മൾ എപ്പോഴും സാക്ഷ്യം വഹിക്കാറുണ്ട്. ലീഗിനെതിരെ കോൺഗ്രസ് മത്സരിക്കുന്നത് പോലെയുള്ള കാഴ്ചകളൊക്കെ ഒരുപക്ഷെ കേരളത്തിൽ മറ്റെവിടെയും കാണില്ല, നമ്മൾ മലപ്പുറത്ത് അത് കാണും. ഓരോ സീറ്റും ഓരോ വോട്ടും നിർണായകമാകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തെ തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ് മുന്നണികളുടെ ഭാഗത്ത്?
മലപ്പുറത്തെ സംബന്ധിച്ച് UDF-ൽ തർക്കം നിലനിൽക്കുന്നത് വളരെ കുറച്ച് പഞ്ചായത്തുകൾ മാത്രമാണ്. അതിൽ പൊന്മുണ്ടമാണ് ഇനിയും പരിഹരിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു തലവേദനയായിട്ട് തുടരുന്നത്. അവിടെ ലീഗും കോൺഗ്രസും പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യം. ഒരുപക്ഷെ കോൺഗ്രസ് ഇടതുപക്ഷവുമായി ചേർന്ന് ഒരു ജനകീയ മുന്നണി ഉണ്ടാക്കി ലീഗിനെതിരെ പോരാട്ടം നടത്തുന്ന ഒരു സാഹചര്യം വരെ പൊന്മുണ്ടത്ത് ഉണ്ടായേക്കും. അതിലേക്കുള്ള സൂചനകൾ തന്നെയാണ് അവിടെ നിന്ന് വരുന്നത്. മറ്റു പഞ്ചായത്തുകളിലൊക്കെ തന്നെ അധികം വന്ന സീറ്റുകൾ വീതം വയ്ക്കുന്നതിനെ കുറിച്ചുള്ള തർക്കങ്ങളായിരുന്നു. അതൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ചേർന്ന UDF യോഗത്തിൽ ഏറെക്കുറെ ചർച്ചകളിലൂടെ പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും അത് പൂർത്തിയായിട്ടുമില്ല. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ 32-ൽ കഴിഞ്ഞ തവണ 22-ൽ ലീഗും 10-ൽ കോൺഗ്രസുമായിരുന്നു മത്സരിച്ചത്. അത് ഇത്തവണയും അതേ സ്റ്റാറ്റസ് കോ തുടരുന്നു. അധികം വന്ന ഒരു സീറ്റ് ലീഗ് എടുക്കാനാണ് സാധ്യത എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ 23-10 എന്ന നിലയിലേക്ക് തന്നെയായിരിക്കും UDF-ന്റെ ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് നിലവരിക. മറ്റ് ഇടങ്ങളിൽ ലീഗ് കോൺഗ്രസ് തർക്കം നിലനിൽക്കുന്നത് പൊന്മുണ്ടത്ത് മാത്രമാണ് തലവേദനയാവുന്നതെങ്കിൽ മറ്റിടങ്ങളിലൊക്കെ തന്നെ UDF മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വെൽഫെയർ തൃണമൂൽ ബന്ധമാണ് UDF-നെ സംബന്ധിച്ചിട്ടുള്ളത്. വെൽഫെയർ പാർട്ടിയുമായിട്ട് താഴെത്തട്ടിൽ ധാരണയുണ്ടാക്കി മത്സരിക്കാനുള്ള നീക്കമാണ് UDF-ന്റെ ഭാഗത്തുള്ളത്. അതൊരു പരസ്യ പ്രഖ്യാപനമായിട്ടോ ഒരു തീരുമാനമായിട്ടോ പറയുകയല്ല, മറിച്ച് താഴെത്തട്ടിലെ കീഴ്ഘടകങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ കാര്യങ്ങൾ തീരുമാനിച്ച് നടത്തട്ടെ എന്നൊരു നിർദ്ദേശമാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അൻവറിൻ്റെ കാര്യത്തിലാണെങ്കിൽ അൻവറിന് കരുത്തുള്ള ഇടങ്ങളിൽ അൻവറുമായി പ്രാദേശികമായിട്ടൊരു നീക്കുപോക്കിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. ഇക്കാര്യത്തിൽ PB അൻവറിൻ്റെ നിലപാട് പ്രധാനപ്പെട്ടതാണ്. അത് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. അദ്ദേഹം അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്താണെന്ന് അൻവർ അതിൽ പ്രഖ്യാപിക്കും. LDF-ലേക്ക് വരികയാണെങ്കിൽ LDF-ലും നമുക്കറിയാം കഴിഞ്ഞ തവണ ഈ നേടിയ അത്ര സീറ്റുകൾ അതിനേക്കാൾ നേടാൻ തന്നെയാണ് LDF-ന്റെ നീക്കം. 94 പഞ്ചായത്തിൽ 24 ഇടങ്ങളിൽ മാത്രമാണ് LDF ഉള്ളത്. അതുപോലെ 12 നഗരസഭകളിൽ 3 ഇടങ്ങളിൽ മാത്രമാണ് LDF-ന്റെ സാന്നിധ്യമുള്ളത്. ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ 5 മാത്രമാണ് LDF-ന് ലഭിച്ചിട്ടുള്ളത്. ഇതിലും മികച്ചൊരു പ്രകടനത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിരിക്കും LDF-ന്റെ ഭാഗത്തുണ്ടാവുക. പക്ഷേ മുൻ വർഷത്തെ പോലെ UDF-ൽ ഭിന്നത ഉണ്ടായില്ലെങ്കിൽ LDF-ന് അത് നേടുക അത്ര എളുപ്പവുമാവില്ല. ശ്രീജ. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അതാണ് മലപ്പുറത്തെ സാഹചര്യം. ഒരിക്കൽ കൂടി തിരികെ ഡാനിയിലേക്ക്. ഡാനി, തൃശ്ശൂരിലെ കാര്യം ഒരുപക്ഷെ സംസ്ഥാനത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൗതുകമുള്ള ജില്ലകളിലൊന്ന് തൃശ്ശൂരാണ്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചത് സുരേഷ് ഗോപിയുടെ മാത്രം ഒരു സുരേഷ് ഗോപി ഇഫക്റ്റ് ആയിരുന്നു. അതിനപ്പുറത്ത് BJPക്ക് അവിടെ ഒരു സാന്നിധ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിരിക്കും തൃശ്ശൂരിലെ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ആ നിലയ്ക്ക് എങ്ങനെയൊക്കെയാണ് മറ്റു മുന്നണികളും NDAയും ഒക്കെ തൃശ്ശൂരിൽ അവരുടെ പ്രവർത്തനങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നത്? ശ്രീജ പറഞ്ഞത് 100% ശരിയാണ്. കാരണം തൃശ്ശൂർ സംബന്ധിയായ കാര്യങ്ങളിൽ തൃശ്ശൂരിൽ BJP എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നതിനപ്പുറം അവിടെ സുരേഷ് ഗോപിയിലൂടെ BJPക്ക് എന്ത് നേടാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് അവിടുത്തെ ചോദ്യം. കാരണം അവിടെ BJP എന്ന് പറയുന്നത് തീർച്ചയായും സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു ലേബൽ തന്നെയാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഒരു പരിധി എന്ന് പറയുന്നത് ഈ തൃശ്ശൂർ നിയമസഭാ മണ്ഡലം പൂർണ്ണമായും ഉൾപ്പെടുന്നതാണ് തൃശ്ശൂർ കോർപ്പറേഷൻ എന്നതാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അവിടെ നിയമസഭാ സമയത്ത് ഏതാണ്ട് കോർപ്പറേഷൻ വാർഡുകളിൽ 20ഓളം സ്ഥലത്ത് BJPക്ക് മുന്നേറ്റമുണ്ടായി എന്നതാണ് പറയുന്നത്. പക്ഷേ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തേക്ക് വരുമ്പോൾ അത് 35-ലധികം സ്ഥലത്തുണ്ടായെന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യയോ കാര്യവുമല്ല. പക്ഷെ അത് അവിടുത്തെ ഒരു തൃശ്ശൂർ കോർപ്പറേഷൻ ഭരണത്തിലേക്ക് വരുമ്പോൾ അത് അവർക്ക് നേടാൻ കഴിയുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ചോദ്യം. അവിടെ ഉണ്ടായിരിക്കുന്ന ചില ഗതിവിഗതികളുണ്ട്. പ്രത്യേകിച്ച് അവിടെ മേയർ കുറിച്ച് തന്നെ പറയുമ്പോഴേക്കും മേയർ